ഹലോ എവരിവൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുക ചില്ലി പനീറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പുറത്തൊക്കെ മേടിക്കാൻ കിട്ടും സെയിം അതുപോലെ നമ്മളിന്ന് റെഡിയാക്കിയെടുക്കും. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഏറ്റവും ആദ്യം നമുക്കാണ് 200 ഗ്രാം പനീർ വേണം. അത് ക്യൂബ്സ് ആക്കി ഇതുപോലെ ഇച്ചിരി വലിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ സോൾട്ട് ഇട്ട് കൊടുക്കാം, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കോട്ടായി വരാനായിട്ട് നമുക്കാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നമുക്ക് അല്ലെങ്കിൽ എല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി അങ്ങ് ലിക്വിഡ് പോയി വെള്ളം പോലെ ആവില്ലേ കേട്ടോ. അപ്പോൾ അതെല്ലാം ഒലിച്ച് പോവും, ഒന്നും കോട്ടിങ് ആയി ഇരിക്കത്തില്ല. നമുക്കത് ഇതുപോലെ ആയി കിട്ടണം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പനീർ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിട്ട് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ച് ഇട്ട് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നമുക്കത് ആയി കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കടായി എടുക്കുക. കടായിലാണ് നോൺ സ്റ്റിക്ക് ആക്കാനായിട്ട് നമുക്കാണെങ്കിൽ നന്നായിട്ട് ഹൈ ഹീറ്റിൽ നമുക്ക് കടായി ചൂടാക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കടായി നോൺ സ്റ്റിക്ക് ആയി കിട്ടും. അപ്പോൾ ഒന്നും ഇനി ഒട്ടത്തില്ല കേട്ടോ. എന്നാൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി അത് നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒത്തിരി സോത്തേ ആവണ്ട കേട്ടോ, പച്ചക്കറിയുടെയൊക്കെ ക്രഞ്ച് നമുക്ക് വേണം. അപ്പോൾ ഇതനുസരിച്ച് വേണേ ചെയ്യാനായിട്ട്. പിന്നെ ഒരു സവാളയും ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് കോൺഫ്ലോർ എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ ക്യാപ്സിക്കവും ഓനിയനൊക്കെ നന്നായിട്ട് സോത്തയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനീഗർ ഒഴിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അതാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി സ്പൈസി കഴിക്കാനായി താല്പര്യം മക്കൾക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചില്ലായിരുന്നു, അത് നമുക്ക് അതിട്ടും കോൺഫ്ലോറും വെള്ളം ഒഴിച്ച് മിക്സാക്കി വെച്ചാൽ അത് നമുക്ക് അതിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കല്, ഇച്ചിരി ഒന്ന് കുഴഞ്ഞ പാകത്തിരിക്കണം, ആ പാകത്തിന് വേണം. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഒരു തള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നാൽ നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു ഇച്ചിരി ഉപ്പാന്ന് എനിക്ക് കുറവാന്ന് തോന്നിയപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ സോസിനകത്തൊക്കെ ഉപ്പുള്ളതില്ല, അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഈ പനീർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കാം, അതും കൂടെ നമുക്ക് അതിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് പാകത്തിനായി വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ചില്ലി പനീർ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.